പിന്നെ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബിസിയാണ്. നമുക്കറിയാം, നല്ല തണുപ്പാണ്. ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു നല്ല കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും, അല്ലെങ്കിൽ സോഫയിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും ടി വി ഒക്കെ കാണാം, ഒപ്പം മേ ബി ഞങ്ങളുടെ റേഡിയോയും കേൾക്കാം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ എന്തായാലും നമ്മളുടെ സാധാരണ ഷോയിൽ നമ്മൾ പല പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഗസ്റ്റിനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇന്ന് നമ്മൾ ഒരു ഇച്ചിരി ലോ മോഡലാണ്. നമുക്കറിയാം, ഇന്ന് നമ്മളുടെ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഇന്ത്യയിൽ 5 വർഷത്തിന് ശേഷമാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ ഒരു വലിയൊരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായത്. ഒരു പ്ലെയിനിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ, ഒരേ ഒരാൾ മാത്രമാണ് ഇതുവരെ രക്ഷപ്പെട്ടു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, പ്ലെയിനിലെ യാത്രക്കാരല്ലാതെ ഉം, ആ, മനസമാധാനമായിട്ട് അവരുടെ ഹാളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുറെ നല്ല മെഡിക്കൽ സ്റ്റുഡൻസിനും ഈ ഒരു അപകടത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുറെ പേരുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വലിയൊരു പ്ലെയിൻ ക്രാഷിന്റെ വാർത്തകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് കേൾക്കുന്നത്. ആം, ഒപ്പം നമുക്കറിയാം, കാശ്മീരിന്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് നമ്മളൊന്ന് ശരിയായി വരുമ്പോഴേക്കും എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ക്രാഷ് വന്നതെന്ന് പലയിടത്തും പല രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ബോക്സ് ഒരെണ്ണം കണ്ടെത്തി എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് ഞാൻ വായിച്ചതിൽ നിന്ന് കിട്ടിയ ഒരു അറിവ്. അതിനുശേഷം ഇന്ന് ഞാൻ അതിനെ പറ്റിയുള്ള വാർത്തകൾ വായിച്ചിട്ടില്ല. കാരണം നമ്മളിങ്ങനെ വായിക്കും തോറും നമ്മുടെ തലയിൽ പല പല കാര്യങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു മലയാളി പെൺകുട്ടി 4 ദിവസം മാത്രമായിട്ട് നാട്ടിലോട്ട് വന്ന, വീടിന്റെ പണികൾ നോക്കാനായിട്ട് വന്ന, മനോഹരമായിട്ട് പാടുന്ന ആ ഒരു മലയാളി കുഞ്ഞിന്റെ ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ആ മരിച്ചുപോയ 249 ആളുകളുടെ ഹൃദയങ്ങളിലോട്ട് പോകും. ആ വേദനകൾ നമ്മുടെ ഹൃദയത്തിലോട്ട് ഓടി വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല, ആം, വളരെ നല്ല പൈലറ്റ് അതിന്റെ ആ അവസാന നിമിഷങ്ങളിൽ മെയ് ഡേ എന്ന ആ ഒരു വാക്കാണ് റഡാർ സ്റ്റേഷനിലോട്ട്, അല്ലെങ്കിൽ അവരുടെ കോൺവെർസേഷനിൽ കേട്ടത് എന്ന് അറിയുമ്പോൾ തന്നെ അതിലെന്തോ ഒരു പന്തികേടില്ലേ. കാരണം മെയ് ഡേ എന്ന് പറഞ്ഞ എന്നുള്ള ഒരു മെസ്സേജ് പൈലറ്റിന് ഒരിക്കലും കൺട്രോൾ ഇല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റാതെ പോകുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോഴാണ് പൈലറ്റ് സാധാരണ അങ്ങനെയുള്ള ഒരു മെസ്സേജ് അയക്കുക. പലരും പറയുന്നത് ഒരു ഹൈജാക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ബോംബ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കോക്പിറ്റിൽ തീ വരുമ്പോഴൊക്കെ ആയിരിക്കും സാധാരണ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസരം വരുമ്പോൾ. കാരണം പൈലറ്റിന്റെ ഉത്തരവാദിത്വമാണ് പൈലറ്റിനെ വിശ്വസിച്ച് പറക്കുന്നവരുടെ ജീവന്റെ ഉത്തരവാദിത്വം. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് സാധാരണ അവര് മെയ്ഡേ മെസ്സേജ് കൊടുക്കുക. മെയ്ഡേ മെസ്സേജ് ആണ് പൈലറ്റിൽ നിന്ന് ലഭിച്ചത് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് പറന്നുയർന്ന് കഴിഞ്ഞ് വളരെ കുറച്ച് സമയത്തിന് ശേഷമാണ് ഇത് ഉണ്ടാകുന്നത്. ആദ്യമേ നമ്മൾ കേട്ടത് ഒരു പക്ഷികള് ചിറകില് വന്ന് അടിച്ചു എന്നാണ്, പിന്നെ കേട്ടത് മരത്തില് അടിച്ചു എന്നാണ്. പക്ഷെ ഇതിൽ എന്തൊക്കെയാണ് സത്യങ്ങളെന്ന് നമുക്കറിയത്തില്ല. അത് മാത്രമല്ല, നമുക്കറിയാൻ കഴിഞ്ഞത് ആം, ഈ ഒരു ബോയിങ്ങിന്റെ ഈ ഒരു സീരീസ് വിമാനങ്ങൾ 2020 തൊട്ട് 2020 ഒരു കുറച്ച് കാലഘട്ടത്തില് ഇതുപോലെ തന്നെയുള്ള 2-3 അപകടങ്ങൾ ഉണ്ടായപ്പോൾ ഇതിന്റെ മാക്സ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഓട്ടോമാറ്റിക് ഏരിയയിലോ വന്നിരുന്ന ഒരു തകരാറ് കാരണം ഈ ബോയിങ്ങിലെ ഈ സീരീസിലെ വിമാനങ്ങൾ നിർത്തിവെച്ചിരുന്നു അവരുടെ സർവീസുകൾ. അതിനുശേഷം ബോയിങ് ആ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിൽ വന്നുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം വീണ്ടും സർവീസ് തുടരുകയായിരുന്നു. അപ്പൊ ആ ഒരു സീരീസിൽ വന്നിട്ടുള്ള ഒരു മാക്സ് സീരീസിലെ ബോയിങ് വിമാനമാണ് ഇത്. എന്തൊക്കെയാണെങ്കിലും വളരെ ലോങ് സർവീസ് ആയിട്ടുള്ള, അതായത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലോട്ട് നേരിട്ടൊരു സർവീസ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള എഞ്ചിൻ, അതായത് ഏറ്റവും അധികം എഞ്ചിൻ ഫുള്ള് അതില് ആം, അതിന്റെ ഇന്ധനം നിറച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഭവം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇടിച്ച ഉടനെ തന്നെ അതൊരു വലിയ തീഗോളമായി മാറിയത്. കാരണം സാധാരണ വൺ വേ ഷോർട്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള പ്ലെയിനുകളിൽ നമ്മൾ സാധാരണ മുഴുവനായിട്ട് എഞ്ചിനിൽ ഇന്ധനം നിറയ്ക്കാറില്ല എന്നാണ് ഇതിന്റെ വിദഗ്ധര് പറയുന്നത്. അപ്പം പക്ഷെ ഇതൊരു ലോങ് സർവീസ് ആയതുകൊണ്ട് തന്നെ ഇന്ധനം വളരെ പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നു. അതാണ് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം കത്തിക്കരിയാനായിട്ട് കാരണമായതും. അത് മാത്രമല്ല, ഇത് വന്ന് പറന്നിറങ്ങിയത് ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു ഒരു ഉയർന്ന കെട്ടിടത്തിലോട്ടാണ്. അവരുടെ
അവരുടെ മീൽ നടക്കുന്ന അവരുടെ ആ സ്ഥലത്തിലോട്ടാണ് ഇത് ഇറങ്ങി ഇടിച്ചതും എന്നൊക്കെ നമ്മൾ പല പല വീഡിയോസും നമ്മളുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വെച്ച് നമുക്കെല്ലാം നിങ്ങൾ എന്നേക്കാളധികം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുന്നുണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റുകൾ എനിക്ക് ഒത്തിരിയേറെ എന്നെ സ്പർശിച്ച പോയിന്റുകളാണ്. കാരണം നമ്മൾ നമുക്കറിയാം 2005 വർഷം മുമ്പ് കരിപ്പൂരിൽ നമ്മളുടെ കരിപ്പൂരിലെ വിമാനത്താവളത്തിൽ വിമാനം പൈലറ്റിന്റെ തന്നെ പ്രശ്നം കൊണ്ടാണ് അന്ന് ആ ഒരു വിമാനം താഴോട്ട് ഇറങ്ങുന്നത്. പക്ഷെ അന്ന് വിമാനം കത്താത്തത് കൊണ്ടാണ് 18 പേര് മാത്രമാണ് മരിച്ചത്. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അപകടമാണ് ഇത്. അത് മാത്രമല്ല, കുറെ 30% ബ്രിട്ടീഷ് പൗരന്മാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നുകൊണ്ട് തന്നെ ബോയിങ്ങിന്റെ UK അധികൃതരും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അല്ലോ. അപ്പം എയർ ഇന്ത്യ വിമാനം പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലോട്ടും അതുപോലെയുള്ള ദീർഘദൂര സർവീസുകളിലോട്ട് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ സിഡ്നി ടു ഡൽഹി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് എയർ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു മഹാദുരന്തം വന്നത്. അപ്പൊ ദുരന്തങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മള് റോഡ് മാർഗം വരുന്ന അപകടങ്ങളെക്കാളും വളരെ വിരളമാണ് നമുക്ക് വിമാനത്തിലുണ്ടാകുന്ന അപകടങ്ങൾ. പക്ഷെ വിമാനത്തിലുണ്ടാകുന്ന അപകടങ്ങളുടെ ചാൻസസ് വളരെ കുറവാണ്. കാരണം അത്രയധികം തീരുമാനങ്ങളും അത്രയധികം എന്താ പറയാ നിയമങ്ങളും ഒക്കെയുള്ള ഒരു ഏരിയയിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം കുറവാക്കിയിട്ടാണ് സാധാരണ നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പിന്നെ റോഡുകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൺ അടിച്ച് നടക്കുന്ന വണ്ടികൾ കുറവാണല്ലോ. അതും കൂടെ കാണും കുറേയൊക്കെ കാരണങ്ങൾ. കാരണം വളരെ നിയന്ത്രിതമായ രീതിയിൽ അതുപോലെയുള്ള റൂട്ടുകളിലൂടെയാണല്ലോ ആകാശത്തൂടെ വിമാനങ്ങൾ ഓടുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനാ ഞാൻ പറയണേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അല്ലെ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മനസ്സിനെ ഒത്തിരിയധികം വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. ഒരു പക്ഷെ വിഷമിപ്പിക്കുന്ന വാർത്തകൾ നമ്മെ ഒന്ന് ചിന്തിപ്പിക്കാനായിട്ട് സഹായിക്കും. എനിക്കത് വളരെയധികം വേദന തോന്നിയത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു മതവിഭാഗത്തിലുള്ളവര് പെന്തക്കുസ്ത ആഘോഷിച്ചത്. പെന്തക്കുസ്ത എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ തന്നെ ആത്മാവിന് ഒരു പുതിയ ഉണർവ് നൽകുന്ന ഒരു അവസ്ഥയാണ്. കാത്തലിക് ചർച്ചിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ഒരു ദിവസം ആ ഒരു രാത്രി മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയാനും നമ്മുടെ ജീവിതത്തിന് പുതിയൊരു അർത്ഥവും മാനവും ഉണ്ടാകാനും നമ്മുടെ ഇടയിൽ വിഷമിക്കുന്നവർക്ക് നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു ഭാവി ഉണ്ടാകുവാനും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു അവസരമായിരുന്നു. അങ്ങനെ നമ്മള് ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ ഇവിടെയുള്ള നമ്മളുടെ മലയാളികളുടെ കമ്മ്യൂണിറ്റി എല്ലാവരും തന്നെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരുന്നു രമ്യ. രമ്യക്ക് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ക്യാൻസറിന്റെ രോഗം ഉണ്ടാവുകയും ഒരു പ്രാവശ്യം അത്ഭുതകരമായ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ മുക്തി നേടുകയും ചെയ്ത് പിന്നെ തുടർന്ന് സാധാരണ ജീവിതത്തിലോട്ട് വരികയും ചെയ്ത ഒരു വ്യക്തിയാണ്. 2 പെൺകുഞ്ഞുങ്ങളുള്ള ഒരു നല്ല കുടുംബം, ഒരു സന്തുഷ്ട കുടുംബം എന്ന് തന്നെ വേണം പറയാൻ. സ്റ്റുഡന്റ് ആയിട്ട് ഇവിടെ വരികയും വളരെയധികം കഷ്ടപ്പെട്ട് തന്നെ PR കിട്ടുകയും അല്ലെങ്കിൽ താങ്കളുടെ ജീവിതം ഇവിടെ പച്ചപിടിപ്പിക്കാനായിട്ട് ചെയ്യുകയും ചെയ്ത ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു രമ്യ. രമ്യയെ എനിക്ക് നേരിട്ട് കാണാനായിട്ട് കഴിഞ്ഞത് ഷാലോം ടെലിവിഷനിലൂടെ രമ്യയുടെ കഥ ലോകത്തിനോട് പറഞ്ഞപ്പോഴാണ്. കാരണം സ്വന്തം ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ഒരു മാരകമായ അസുഖത്തെ ചീന്തി കളഞ്ഞ ഒരു വ്യക്തിയാണ് രമ്യ. പ്രാർത്ഥന മാത്രമായിരുന്നു രമ്യയുടെ മുതൽക്കൂട്ട്. വിശ്വാസത്തിലോട്ട് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഏറ്റവും അധികം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് രമ്യ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയോ എന്നറിയത്തില്ല, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ബെല്ല വളരെ പെട്ടെന്ന് ഏറ്റവും ആക്റ്റീവായിട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറക്കത്തില് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവുകയും കുറേ നാളുകൾ ICUയിൽ കിടക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ആ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് തന്നെ ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ഈ
രമ്യയാണ് ബെല്ലയുടെ അമ്മയെ പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തിയത്. രമ്യ ഏറ്റവും എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ ആനെ വിളിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ആ ഒരു കുടുംബത്തിന് ആം, ഈശോയെ കാട്ടിക്കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു രമ്യ. കാരണം തന്റെ അസുഖങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട് ആ ദൈവം മറ്റുള്ളവരെ സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് രമ്യ ചെയ്തു കൂട്ടിയ മിഷൻ പ്രവർത്തനങ്ങൾ ആ ദിവസങ്ങളിൽ ഒരുപക്ഷെ ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ ആം, ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ മാനസികാവസ്ഥയെ അല്ലെങ്കിൽ ധൈര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രമ്യയായിരുന്നു. നിങ്ങളിപ്പോ ചോദിക്കുകയാണെങ്കിൽ കുര്യനോടും അല്ലെങ്കിൽ ബെല്ലയുടെ അമ്മ ആനോടും ചോദിക്കുകയാണെങ്കിൽ അവര് പറയും അവർക്ക് എങ്ങനെയാണ് രമ്യ സഹായിച്ചതെന്ന്. കാരണം ഒരു പക്ഷേ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാവരും തന്നെ ഭക്ഷണം നൽകിയിട്ടും അല്ലെങ്കിൽ സമയം നൽകിയിട്ടും പ്രാർത്ഥന നൽകിയിട്ടും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അതൊരു മിറാക്കുലസ് സ്റ്റോറിയാണ് നമുക്കറിയാം. പക്ഷെ അതിലേറെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു വലിയ ശക്തിയുണ്ട്. ദൈവത്തിന് നമ്മളെ എന്തും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു നൽകിയ ഒരു വ്യക്തിയാണ് രമ്യ. അതുപോലെ തന്നെ നമുക്കറിയാം ഈതൻ അരുണിന്റെ കാര്യം. ചെറിയ 3 വയസ്സില് ബ്രെയിൻ ട്യൂമർ വന്ന് ക്യാൻസറസ് ആയി വളരെയധികം സഹിച്ച ഒരു കുഞ്ഞാണ് ഈതൻ. ആം, ഈതന്റെ അച്ഛനും അമ്മയും അരുണും അഞ്ജുവും ആം, എനിക്ക് ഏറെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവരുടെ മനസ്സിലും വിശ്വാസത്തിന്റെ ആ ഒരു കതിരുകള് കൊടുത്തത് രമ്യയാണ്. രമ്യയും ആനുമാണ് അഞ്ജുവിനെ ഏറ്റവും അധികം മെന്റലി സഹായിച്ച വ്യക്തികൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ദൈവം നൽകിയ ആ ഒരു വലിയ സമ്മാനത്തിന്റെ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അസുഖങ്ങൾ വരുമ്പോൾ നിരാശരാകാതെ ദൈവത്തില് പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതവും സ്വന്തം വിഷമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും സമയം കണ്ടെത്തുകയും അവരെ ആശ്വസിപ്പിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മറ്റുള്ള 2 ജീവിതങ്ങളെയാണ് ഞാൻ ഏറ്റവും അടുത്തറിഞ്ഞതും അത് ഏറ്റവും ആം, ആ, ഒരു, ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സമയത്ത് രമ്യയാണ് അവർക്ക് ജീവിക്കാനുള്ള ഒരു ആശ കൊടുത്തത്. ആ വ്യക്തിക്കാണ് വീണ്ടും ക്യാൻസർ വരുന്നതും ട്രീറ്റ്മെന്റുകളിലൂടെ പോകുന്നതും പ്രത്യേകിച്ച് പ്രാർത്ഥനകളുടെ ആ ഒരു ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും കുടുംബം മുഴുവനും അല്ലെങ്കിൽ സമൂഹം മുഴുവനും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു അവസരം വീണ്ടും രണ്ടാമത് ഈ ഒരു വ്യക്തിക്ക് നൽകിയത്? എന്തിനാണ് ഇവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തെ ഇങ്ങനെ ഈശോ പരീക്ഷിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം മനസ്സ് തുറന്ന് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരുന്നു രമ്യ. പെന്തക്കോസ്താ ദിവസത്തിലും പല പല പള്ളികളിലും ഏറ്റവും അധികം പ്രാർത്ഥന സമർപ്പിച്ചത് രമ്യയുടെ അസുഖം മാറാനും വേദന കുറയാനും ഒക്കെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി വേദനിക്കുന്ന ഹൃദയത്തോടുകൂടെ ഉം, ഒരു സന്തോഷവാക്ക് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു രമ്യ അവസാനമായിട്ട് വന്നത്. പിന്നെ നമുക്കറിയാം ഷിംഗിൾസ് വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇമ്മ്യൂണോ തെറാപ്പി നടത്തുന്നുണ്ടെങ്കിലും ബോഡിക്കൊന്നും അത് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് എൻ്റെ ബോഡിയിൽ വരുന്നത്, ഇനി അടുത്ത അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ. അങ്ങനെ ആം, എന്ത് വരും എന്ന് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ആശ്ലേഷിച്ച ഒരു വ്യക്തിയാണ് രമ്യ. എന്റെ മനസ്സില് നമ്മൾ വിശുദ്ധന്മാരെയും വിശുദ്ധകളെയും പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഏറ്റവും എന്റെ മനസ്സിൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി രമ്യയാണ്. കാരണം സ്വന്തം ജീവിതത്തിൽ നമ്മൾ എപ്പോഴൊക്കെ രമ്യയെ കാണുന്നു വിഷമങ്ങളും ഉണ്ടെങ്കിലും ആ എനിക്ക് ആ ഒരു വിഷമം അല്ലെങ്കിൽ അത് ഈശോ തന്ന ഒരു വിഷമമാണ്, എന്റെ വിശ്വാസത്തെ കളയരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നാണ് ഞാൻ അവസാനമായിട്ട് രമ്യയായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് രമ്യ പറഞ്ഞ കാര്യം. അതാണ് ഒരു വിശുദ്ധയുടെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഞാൻ കാണുന്നത്. കാരണം എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവിലുള്ള എന്റെ വിശ്വാസം കളയാനായിട്ട് എന്റെ അസുഖങ്ങൾക്ക് സാധിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു രമ്യയ്ക്ക് ഉണ്ടായിരുന്നത്. നമുക്കറിയാം ജീവൻ നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ പോകുന്നു എന്ന് ഞാൻ അറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയും കുറ്റബോധവും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവിധ മാനസിക വിഷമങ്ങളും ഒക്കെ നമുക്കറിയാമെങ്കിലും അതിനേക്കാൾ അപ്പുറമായിട്ട് എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവിനെ വിശ്വസിക്കുക എന്നുള്ള ഒരു വലിയ ഒരു സത്യത്തിനെ മുറുകെ പിടിച്ച ഒരു വ്യക്തിയായിരുന്നു രമ്യ. രമ്യ രമ്യയുടെ ശരീരത്തിൽ നിന്ന് രമ്യയുടെ ആത്മാവ് നമ്മളെ വിട്ടുപോയി. നമ്മള് തിങ്കളാഴ്ച റാവൻഹോൾ പള്ളിയിലാണ്
രമ്യയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന കർമ്മങ്ങൾ ആരംഭിക്കുന്നതും ഫ്യൂണറൽ സർവീസസ് നടത്തുന്നതും ഒപ്പം നമുക്കറിയാം രമ്യയുടെ കുടുംബത്തെ സഹായിക്കാനുള്ള ഒരു ഗോ ഫണ്ട് പേജ് നമ്മളിവിടെ നടക്കുന്നുണ്ട്. അപ്പം ഒത്തിരി പേര് ആം, ഉദാരമായിട്ട് സംഭാവന നൽകിയിട്ടുണ്ട്. ആഹ് പക്ഷെ എത്ര സംഭാവന നൽകിയാലും എത്ര കോടികൾ ആ ഒരു പേരിൽ നമുക്ക് കിട്ടിയാലും രമ്യ എന്ന ആ ഒരു വിശുദ്ധയെ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. പക്ഷെ ആ ഒരു വിശുദ്ധ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജീവിതം മുഴുവൻ നീറുന്തോറും സ്വന്തം സൃഷ്ടാവിന് വേണ്ടിയിട്ട് ജീവിതം ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ്. അതിലപ്പുറം എങ്ങനെയാണ് സൃഷ്ടാവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റാന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിശുദ്ധ എന്ന് തന്നെ വിളിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ എത്ര പണം ചെലവാക്കിയാലും എത്ര രീതിയിലുള്ള ആം, ആ, സ- വർത്തമാനങ്ങൾ അവരുടെ കുടുംബങ്ങൾക്ക് നൽകിയാലും അതിലേറെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വർത്തമാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കുകയും ആ ആത്മാവ് ഇപ്പോഴും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ആ ആത്മാവിനോട് സംവദിക്കുകയും ചെയ്യുകയാണെങ്കിൽ രമ്യക്ക് സന്തോഷം ഉണ്ടാകും. കാരണം രമ്യയെ മനസ്സിലാക്കുന്ന കുറെ നല്ല മനുഷ്യര് ഈ ലോകത്തുണ്ടെന്ന് രമ്യക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ആത്മാവ് ഇപ്പോൾ ആ സൃഷ്ടാവിനോട് കൂടെ അവിടെ ഇരുന്ന് ഈ ഒരു ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് കാണുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് രമ്യ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രമ്യയുടെ ആ ഒരു ശക്തി സൃഷ്ടാവിനെ കൂട്ടുപിടിക്കുന്ന ഏതൊരു കഷ്ടപ്പാടിലും എന്റെ സൃഷ്ടാവ് എനിക്ക് തന്ന ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ട്, അത് ഞാന് ശക്തിയോടെ കൊണ്ടുപോകും എന്നുള്ള ആ ഒരു വിശ്വാസത്തെ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിച്ച ആ ഒരു വലിയ മനസ്സിന് മുൻപിൽ ആദരാഞ്ജലികളല്ല, അനുമോദനങ്ങളാണ് ഞാൻ അറിയിക്കുന്നത്. കാരണം അങ്ങനെ ശക്തമായൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം സൃഷ്ടാവിനെ അത്ര അധികമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അത്ര അടുത്ത് ആ ഒരു സൃഷ്ടാവുമായിട്ട് ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടാകണം. അതാണ് എനിക്ക് രമ്യയിലൂടെ കിട്ടിയ ഒരു മോട്ടിവേഷൻ. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകള്, നമ്മുടെ സഹനങ്ങള് ഒരുപക്ഷെ ലോകം അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നാം അറിയുന്നുണ്ട്. നാം അറിയുമ്പോൾ നമ്മെ സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടാവിന് ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ ഒരു പർപ്പസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു സബ്മിഷൻ അല്ലെങ്കിൽ ഒരു അടിയറവ് ആ ഒരു സൃഷ്ടാവിന് നൽകുമ്പോഴാണ് ഒരു സൃഷ്ടി എന്ന നിലയിൽ നമ്മള് നമ്മളുടെ പർപ്പസ് പൂർണ്ണമാക്കുന്നത്. അപ്പൊ ഇന്ന് ഇത് പറയാനായിട്ട് കാരണം എന്താന്ന് വെച്ചാല് പലയിടത്തും ഓടി നടന്ന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മെ ഏതെങ്കിലും രീതിയിൽ നമ്മെ കണക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികൾ നമ്മുടെ ജീവിതത്തിന് ഓരോ പാഠങ്ങൾ നൽകുമ്പോൾ അത് ഷെയർ ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരുടെയും കൂടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് അവരെയും കൂടെ ജീവിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്, അവരെ സഹായിക്കുകയാണ്. എനിക്കറിയാം അഞ്ജു അരുണും ഏറ്റവും അധികം വിഷമിക്കുന്ന ഒരു സമയമാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട്. പക്ഷെ ആം, രമ്യ എന്നെ സഹായിച്ച ആ നിമിഷങ്ങൾ അവർക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ ആനും കുര്യനും നാല് കുഞ്ഞുങ്ങളും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോഴും ബെല്ല. പക്ഷെ ബെല്ലയുടെ ആ സഹന സമയത്ത് രമ്യ ചെയ്ത കാര്യങ്ങൾ ആരും ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. ഇതൊന്നുമില്ലെങ്കിലും രമ്യയെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സമൂഹത്തിലെ വ്യക്തികൾക്ക് ആ ഒരു കണ്ണിലെ ആ ഒരു നൈർമല്യം, ആ മനസ്സിന്റെ ആ ഒരു സ്നേഹം ആർക്കും തന്നെ മറക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് രമ്യക്ക് നമ്മുടെ സ്നേഹം നൽകാം. ഈ ഒരു സംഭവങ്ങൾ എല്ലാം തന്നെ ഇപ്പൊ നമ്മുടെ പ്ലെയിൻ ക്രാഷ് അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടുകള്, നമ്മുടെ രോഗങ്ങള്, നമ്മുടെ സാമ്പത്തിക തകർച്ചകള്, അതല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളുടെ തകർച്ചകളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത്. സങ്കടങ്ങൾക്കപ്പുറം സന്തോഷം കാത്തിരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയും ഒരു കുന്നിന് ഒരു ഇറക്കമുണ്ട്, ഒരു ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ഒരു ഈസ്റ്റർ ഉണ്ട്, അല്ല ഒരു പകലിന് ഒരു രാത്രിക്ക് ഒരു പകലുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുമെന്ന് നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പാകമാക്കാറുണ്ട്. പക്ഷേ ബിയോണ്ട് സോറോസ് ഹാപ്പിനെസ് അവേറ്റ്സ്.
അതാണ് എനിക്ക് ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുന്നത്. സങ്കടങ്ങൾക്കപ്പുറം സന്തോഷം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോൾ സങ്കടങ്ങൾ മാറുന്നു എന്നുള്ളതല്ല. അപ്പം ആ സങ്കടങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്തുന്ന അവസരങ്ങള്, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില് വരാൻ പോകുന്ന സങ്കടങ്ങൾക്ക് ശക്തി നൽകുന്നതാകും. ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നമ്മുടെ കൈയെ ഒന്നുകൂടെ നീട്ടാനായിട്ട് നമ്മെ സഹായിക്കുന്നതായിരിക്കും. പക്ഷെ ഈ സങ്കടങ്ങളുടെ സമയത്ത് നാം അറിയേണ്ടത്, എന്റെയും നിങ്ങളുടെയും സങ്കടങ്ങൾക്കപ്പുറം ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. വെല്ലുവിളികൾ ഉണ്ടാകും. വെല്ലുവിളികൾ എപ്പോഴും നമ്മെ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. ചലഞ്ചസ് വിൽ മേക്ക് യു സ്ട്രോങ്ങർ. അതെ, ഓരോ ദിവസവും ഓരോ പഠനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്. ഓരോ പുസ്തകത്തിന്റെ ഏടുകൾ പോലെ ഓരോ ദിവസവും ഈ വലിയ ഒരു യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങളാണ് ഓരോ ദിവസങ്ങളും. ഓരോ ദിവസത്തെയും സംഭവ വികാസങ്ങളും അതല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളും. അതുകൊണ്ട് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് ഈ നമ്മുടെ സൃഷ്ടാവിനോട് നന്ദി പറയാം. കാരണം ചലഞ്ചസ് വിൽ മേക്ക് യു സ്ട്രോങ്ങർ. ഇത് ഒരു നല്ല ചിന്തയായി നാം എടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നല്ല ചിന്തകൾ വിജയങ്ങൾക്ക് വഴിതെളിക്കും. പോസിറ്റീവ് തോട്ട്സ് പേവ് ദ വേ ടു സക്സസ്. ഇറ്റ് ഈസ് വെരി ഹാർഡ് അല്ലെ? നമ്മൾക്ക് സങ്കടങ്ങളുടെ നടുവില് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ സങ്കടങ്ങൾക്ക് മുമ്പിലും ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ജീവിക്കാൻ, അടുത്ത ദിവസത്തേക്ക് ഒന്ന് നോക്കാനായിട്ട് നമ്മെ സഹായിക്കുക. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും എങ്ങനെ എനിക്ക് എന്റെ പോസിറ്റിവിറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്യാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ മടിയന്മാരാണ് എന്ന്. കാരണം മടിയന്മാരായി ജീവിക്കുന്നത് നീതിക്ക് നിരക്കാത്തതാണ്. നിങ്ങൾക്ക് സഹനങ്ങൾ മാത്രമേ ഉള്ളൂ, സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ നിന്ന് ഒരു പോസിറ്റിവിറ്റിയിലോട്ട് വരാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മടിയന്മാരായിട്ട് അതിനെ എങ്ങനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ടാണ്. അതുകൊണ്ട് എൻകറേജിങ് ഹാർഡ് വർക്ക് ആണ് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു സംഭവം. അതാണ് ആ ഒരു മെഡിസിൻ. ഇപ്പൊ നമ്മൾ ശരിക്കും ഈ ഒരു കഷ്ടപ്പാടിന്റെ ഒരു നാൽക്കവലയിൽ വന്നു നിൽക്കുമ്പോൾ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഇതിനെ പ്രതികരിക്കേണ്ടത് എന്ന് അറിയാതെ വരുമ്പോൾ നമ്മൾ ഒരു പക്ഷെ ഫ്രോസ് ആയി പോകും. നമുക്കറിയാമോ, ഒരു ഇൻസിഡന്റിനും ഒരു 4F ഉണ്ട്: ഫൈറ്റ്, ഫ്ലീറ്റ്, ഫ്രോസ്, ഫ്രീസ്, അങ്ങനെയുള്ള ആ ഒരു 4Fs. അതില് ഇങ്ങനെ ഒരു പ്രതിബന്ധത്തിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രോസ് ആയിട്ട് വരുന്നത് ഒരു പക്ഷെ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഒരു നിർജീവമായ ഒരു അവസ്ഥയാണ്. പക്ഷെ അതിനെയാണ് നമ്മൾ പടപൊരുതി ആം, തിരിച്ച് നമ്മളുടെ സാധാരണ ജീവിതത്തിലോട്ട് വരേണ്ടത്. എന്നും എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു ചിന്ത: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് നമ്മൾ ഉറക്കെ പറഞ്ഞ് ആ ഒരു യൂണിവേഴ്സൽ ലവിന് വേണ്ടിയിട്ട് നമ്മുടെ കാലഘട്ടത്തിൽ, എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഉറക്കെ പറഞ്ഞിരുന്ന ഒരു വലിയൊരു തത്വമാണത്. അതാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിഷമത്തിന്റെ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. വസുധൈവ കുടുംബകം എന്ന ഒരു വലിയ ഒരു അവസ്ഥ, വലിയ ഒരു വികാരം, ഈ ഒരു ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. ഈ ഒരു ലോകത്തിലുള്ളവരെല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളാണ്. ഞാൻ അവരെ എല്ലാം സ്നേഹിക്കുന്നു, വിഷമങ്ങൾ പങ്കിടുന്നു, ഞങ്ങളുടെ സഹനങ്ങൾക്ക് കൂട്ടുകാരാകുന്നു, ഞങ്ങളുടെ വിജയങ്ങൾക്ക് ഒരുമിച്ച് കൈയടിക്കുന്നു. അങ്ങനെയുള്ള ഒരു വികാരം നമുക്കുണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒരു ജാതിയാണ്, ഒരു മതമാണ്, നമ്മളെല്ലാവരും ഈ ഒരു കുടുംബത്തിലെ മക്കളാണ് എന്നുള്ള ഒരു ബോധമുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഈ വിഷമങ്ങളുടെ തീവ്രത കുറയുമായിരിക്കും. വിജയങ്ങളുടെ ആ ഒരു ആരവം കൂടുമായിരിക്കും. നമ്മുടെ ശക്തി ഇരട്ടിയാകുമായിരിക്കും. അങ്ങനെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കുടുംബം, കൂട്ടായ്മ, ഒരു സമൂഹം നമുക്കുണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതാണ് വിന്റർ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ശക്തി. നിങ്ങളുടെ കുടുംബങ്ങളില്, നിങ്ങളുടെ ചുറ്റുപാടും വിഷമങ്ങളില് നിങ്ങൾ അലരുമ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളെ കണക്ട് ചെയ്യുക. പായലാണ് നമ്മുടെ വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനെ നയിക്കുന്നത്. ഒരു അമ്മയുടെ ഹൃദയത്തോടെ നമ്മുടെ എല്ലാവരുടെയും വേദനകളെയും വിജയങ്ങളെയും ഏറ്റെടുക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി റെഡിയാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഉം, ജീവിതവുമായിട്ട് ആ, സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ ഒരു റേഡിയോ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യുക. നമ്മളെല്ലാവരും നിൽക്കുന്നത് ഒരേ രീതിയിലുള്ള ജീവിതത്തിലൂടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് ആ ഒരേ ഒരു വാല്യൂ കൊണ്ട് മാത്രമാണ്, നന്മ. ആ നന്മ മറ്റുള്ളവർക്ക് തെളിക്കുക എന്ന് മാത്രമാണ് മലയാള ജാലകത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് ഈ ഒരു മലയാളത്തെ സ്നേഹിക്കുന്ന, മലയാളത്തിന്റെ നന്മയെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഒരുമിച്ച് വീണ്ടും മുന്നേറാം. നന്മ മാത്രമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഇത് മലയാള ജാലകം, നിങ്ങളോടൊപ്പം നിങ്ങളുടെ RJ ബിസ്മി പാലാട്ടി.